ഓഫീസ് ഒക്കെ വെയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഇന്നോവയ കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പ് നമ്മുടെ ചേലക്കരയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. ലേഡി ബഗ് ലിങ്കറി ആൻഡ് ഇന്നോവയ സ്റ്റോർ ചേലക്കര. ഫോട്ടോഷൂട്ടും മോഡലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻവിസിബിൾ ബ്രാ, പിന്നെ ബിഗിനേഴ്സിന് പറ്റിയ സ്പോർട്സ് ബ്രാ, അതിൽ തന്നെ പുഷപ്പ്, നോൺ പുഷപ്പ്, സീംലെസ്, ഫുൾ കവേർഡ് കളക്ഷൻസും ഇവിടെയുണ്ട്. പിന്നെ ഇമ്പോർട്ടഡ് ക്വാളിറ്റിയിലുള്ള ബ്രാലറ്റ്സ്, പാൻറ്റീസിലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ വെസ്റ്റേൺ ഡ്രസ്സിനൊക്കെ മാച്ച് ആവുന്ന ഫുൾ ആൻഡ് ഹാഫ് സ്ലിപ്സ്, അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള കോട്ട് സെറ്റ്സും ഇവിടെയുണ്ട് കേട്ടോ. പിന്നെ സാരി കൊടുക്കുമ്പോൾ പെർഫെക്റ്റ് ഷേപ്പ് വരുന്ന ബട്ടക്സ് പാഡ്സും ഷേപ്പ് സ്കേർട്സും ഇവിടെയുണ്ട്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നിയർ ചേലക്കര പോലീസ് സ്റ്റേഷൻ, ഓപ്പോസിറ്റ് സേവ് മാർട്ട് സൂപ്പർ മാർക്കറ്റ്. കൊണ്ടാഴി പഞ്ചായത്തിലെ തേക്കിൻകാട് വാഴാട് കുടിവെള്ള പദ്ധതിയിലൂടെ മലിനജലമാണ് വിതരണം ചെയ്യുന്നതെന്ന് ആരോപിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം കമ്മിറ്റി രംഗത്ത്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ തന്നെ വലിയ കുടിവെള്ള പദ്ധതിയായ തേക്കിൻകാട് വാഴാട് കുടിവെള്ള പദ്ധതി സൗത്ത് കൊണ്ടാഴിയിലെ എഴുന്നള്ളത്ത് കടവിന് സമീപമാണ് പ്രവർത്തിക്കുന്നത്. 2025 നവംബർ 9 ഇതിന്റെ ഉദ്ഘാടനം അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായ കെ ശശിധര മാസ്റ്റർ നിർവഹിച്ചത്. സമീപത്തെ ഗായത്രി പുഴയിൽ നിന്നുമുള്ള ജലം ഫിൽട്ടറിംഗ് പ്ലാന്റ് വഴി ശുചീകരിച്ച് പൊതുജനങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്തിരുന്നു. 7, 8, 12 വാർഡുകളിലേക്കുള്ള കുടിവെള്ള സ്രോതസ്സായിരുന്നു ഇത്. എന്നാൽ കൊണ്ടാഴി പഞ്ചായത്തിൽ ഭരണം മാറിയതോടുകൂടി കുടിവെള്ള പദ്ധതി അപാകത നിറഞ്ഞതായി മാറിയിരിക്കുകയാണെന്നാണ് കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരോപണം. കുടിവെള്ള പദ്ധതിയിൽ ഇത്രയും വലിയ ഒരു ഫിൽട്ടറിംഗ് സംവിധാനം ഉൾപ്പെടെ സ്ഥാപിച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള ശുചിയായ വെള്ളം നൽകുന്നതിന് വേണ്ടി ഒരു വലിയ പദ്ധതിയാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ശ്രീ കെ ശശിധരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ചത്. ഇന്ന് ആ പദ്ധതി അതിൻ്റെ പൂർണ്ണമായും ഒരു അവതാളത്തിലായ ഒരു അവസ്ഥയിലാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. ഇന്ന് ഈ മഴക്കാലത്ത് ഷിഗല്ല പോലെയുള്ള വൈറസ് രോഗങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത്, ഈ പഴയന്നൂർ, ചേലക്കര, കൊണ്ടാഴി പ്രദേശത്തൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഭാരതപ്പുഴയിൽ വരുന്ന മുഴുവൻ അഴുക്ക് വെള്ളവും അതുപോലെ തന്നെ പമ്പ് ചെയ്ത് വീടുകളിലേക്ക് എത്തിക്കുന്ന ഒരു രീതി മാത്രമാണ് ഇപ്പോൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ ഒരു ഫിൽട്ടറിംഗ് സംവിധാനത്തിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താതെ, അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ കഴിയും, അതിൻ്റെ അടുത്തേക്ക് ഒരാൾ പോയിട്ട് മാസങ്ങളോളം ആയിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. 22 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച ഫിൽട്ടറിംഗ് സംവിധാനം പരിപാലിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പരാജയപ്പെട്ടിരിക്കുകയാണ്. പ്രദേശം മുഴുവൻ കാട് പിടിച്ചു കിടക്കുന്നതും വെള്ള ടാങ്കിന് അടപ്പ് പോലും ഇല്ലാത്തതും അനാസ്ഥയ്ക്ക് ഉദാഹരണമാണെന്ന് കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TC വിനോദ് CCV വാർത്തയോട് പ്രതികരിച്ചു. കുടിവെള്ള പദ്ധതി വഴി ജനങ്ങൾക്ക് ലഭിക്കുന്നത് ശുചീകരിക്കാത്ത അഴുക്കുവെള്ളമാണ്. ഷിഗല്ല രോഗം വ്യാപിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകി ശുചീകരിച്ച വെള്ളം വിതരണം ചെയ്യുവാൻ ബാധ്യസ്ഥരായവർ അലംഭാവം കാണിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും വിനോദ് കൂട്ടിച്ചേർത്തു. ഇതിന്റെ ആ വാട്ടർ ടാങ്ക് തുറന്നു കിടക്കുകയാണ്. അത് കൃത്യമായി അടച്ചു വെക്കുന്നതിനോ അതിനൊരു സംവിധാനം പോലും ഇല്ല. ഫിൽട്ടർ സംവിധാനം ഉപയോഗിച്ച് മാസങ്ങളായിട്ടുണ്ട് എന്ന് നമുക്ക് ഇവിടുത്തെ അതിന്റെ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പൊ ഈ ഇത്രയും വലിയ 22 ലക്ഷം രൂപ മുടക്കി പണിത ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഒരു കുടിവെള്ള പദ്ധതിയുടെ ആ ഉദ്ദേശം, ശുദ്ധിയെ ഇല്ലാതാക്കുന്ന തരത്തിൽ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനം പഞ്ചായത്ത് മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രദേശത്തെ കുടിവെള്ള പദ്ധതിക്ക്, ഒരു ശാശ്വത കുടിവെള്ള പദ്ധതിക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് കൃത്യമായ ശുചിയായ വെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് എടുക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം MP ബാലഗോപാലനും കുടിവെള്ള വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചു. ഇപ്പോൾ മഴക്കാലമായിട്ട് ഷിഗല്ല പോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ കുടിവെള്ളം ഡയറക്റ്റ് കുടിവെള്ള സിസ്റ്റം പറഞ്ഞാൽ ഫിൽട്ടറിങ് സംവിധാനമില്ലാണ്ട് അഴുക്കുവെള്ളം ഈ പുഴയിൽ നിന്നാണ് അടിക്കുന്നത്. അത് ഡയറക്റ്റ് അടിച്ചു വിടുന്ന പോലുള്ള ഈ ഷിഗല്ല പോലുള്ള അസുഖങ്ങൾ ഈ മഴക്കാലത്ത് വരുന്ന കാണിച്ചുകൊണ്ട് നിരവധി പരാതി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി സാർ അയച്ചിട്ടുണ്ട്. വളരെ മോശമായ അവസ്ഥയിലാണ് ഇതിൻ്റെ പമ്പിംഗ് സിസ്റ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതിനെക്കുറിച്ച്. 22 ലക്ഷം രൂപ വകയിരുത്തി കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് കുടിവെള്ളത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്ത ഒരു പദ്ധതിയാണ് ഇത്. ഇതിൻ്റെ പമ്പിംഗ് സിസ്റ്റം അവതാളത്തിലായിരിക്കുകയാണ്. CCV ന്യൂസ് കൊണ്ടാഴി.